ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ആപ്കി അദാലത്തിൽ ഇന്ന് വരുന്ന മഹത് വ്യക്തി, അദ്ദേഹം വളരെ കഷ്ടമായ ജീവിതം ജീവിച്ച വ്യക്തിയാണ്. ഇത് അദ്ദേഹം തിരഞ്ഞെടുത്തൊരു തീരുമാനമാണ്. ജെയിൻ പരമ്പരയിലെ ഒരു മുനിയാണ്. ലോകം മുഴുവനും കോടിക്കണക്കിന് ഫോളോവേഴ്സ് ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കുറച്ച് കയ്പുള്ളതാണ്, എന്നാലും ജനങ്ങൾ ഇദ്ദേഹത്തെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. പിന്നെ സമൂഹത്തിലുള്ള പല വ്യക്തികളുടെ അടുത്തുനിന്നും എനിക്ക് റിക്വസ്റ്റ് വന്നിരുന്നു ഇദ്ദേഹത്തെ ആപ്കി അദാലത്തിൽ ക്ഷണിക്കണമെന്ന്. സോ പ്ലീസ് വെൽക്കം മുനി ശ്രീ തരുൺ സാഗർ മഹാരാജ്. പ്ലീസ് വെൽക്കം. പിന്നെ ഈ പ്രത്യേക പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ ജഡ്ജിയായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് പ്രസിദ്ധനായ എഡ്യൂക്കേഷണലിസ്റ്റ്, വിദ്യാഭ്യാസ വിദഗ്ധൻ GS രാജ്പുത്. ആപ്കി അദാലത്തിൽ വിചാരണ തുടങ്ങുന്നതിന് മുൻപ്, നമ്മളുടെ ചോദ്യശരങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജി GS രാജ്പുത്തിന്റെ അനുവാദം നമുക്ക് ആദ്യം ചോദിക്കാം. കോടതിയുടെ വിചാരണ ആരംഭിക്കാം. ആപ്കി അദാലത്തിന്റെ ഈ പ്രോഗ്രാം തുടങ്ങാൻ പോവുകയാണ്. മുനി തരുൺ സാഗറിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ജെയിൻ മുനി തരുൺ സാഗറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമല്ല എന്നുള്ളതാണ്. മുനിവരെ, ഇത് സത്യമാണോ? കുട്ടിക്കാലത്തെ താങ്കൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയെന്ന്. വീട്ടിലെന്താണ് സംഭവിച്ചത്? മാർക്ക് വല്ലതും കുറഞ്ഞുപോയോ? അമ്മ വഴക്ക് പറഞ്ഞോ അതോ അച്ഛൻ അടിക്കുകയോ വല്ലതും ചെയ്തു? നോക്കൂ, എൻ്റെ ഈ പിടിവാശി എന്നത് അത് ഗോഡ്സ് ഗിഫ്റ്റാണ്. പിന്നെ അതുപോലെ ഒന്നും തന്നെ നടന്നിട്ടില്ല. എനിക്ക് ഈ പറഞ്ഞതുപോലെയൊന്നും സംഭവിച്ചിട്ടില്ല. അമ്മ വഴക്ക് പറഞ്ഞിട്ടില്ല, അച്ഛനും ദേഷ്യപ്പെട്ടിട്ടില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ ആ ഉൾവിളിയിലൂടെ ഞാൻ വീട് വിട്ട് പുറത്തേക്ക് വന്നു. ഞാൻ എൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ചു. ഞാൻ എൻ്റെ ലോകത്തു നിന്ന് പുറത്തു കടന്നു. മഹാവീരൻ്റെ വഴിയിലേക്ക് ഞാനും കടന്നു. പിന്നെ എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, രജത് സർ, ഞാൻ ഉപേക്ഷിച്ചു, നിങ്ങളും അതുപോലെ ഉപേക്ഷിച്ച ആളാണ്. പക്ഷേ രണ്ടുപേർക്കിടയിലും ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ദൈവത്തിൽ വിലയം പ്രാപിക്കാൻ വേണ്ടിയാണ് ലോകത്തെ ഉപേക്ഷിച്ചത്. നിങ്ങൾ ഈ ലോകത്തിൽ വിലയം പ്രാപിക്കാൻ വേണ്ടി ദൈവത്തെ ഉപേക്ഷിച്ചു. ഞാൻ അറിഞ്ഞത് താങ്കൾക്ക് ദൈവമാകാനായിരുന്നു ആഗ്രഹമെന്ന്. ദൈവമാകാൻ വേണ്ടിയാണ് താങ്കൾ എല്ലാം ഉപേക്ഷിച്ചതെന്നും. അതിലൊരു സ്വാർത്ഥത ഉണ്ടല്ലോ. ഈ ലോകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കാര്യം നേടുവാൻ വേണ്ടി മറ്റൊരു കാര്യം നഷ്ടപ്പെടുത്തിയേ തീരൂ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് നേടുവാൻ നമ്മൾ മറ്റൊന്ന് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തെങ്കിലും ചെയ്തേ തീരൂ. 13-ാമത്തെ വയസ്സിൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ താങ്കൾക്ക് വൈരാഗ്യം എന്ന് വെച്ചാൽ എന്താണ്, സന്യാസം എന്ന് വെച്ചാൽ എന്താണ്, ദൈവം എന്ന് വെച്ചാൽ എന്താണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായി. എല്ലാവരും പറയാറുണ്ടല്ലോ, समझदार के लिए सारा काफी होता है और जो ये ना समझे वो उम्र भर होता है. ഞാൻ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞിരുന്നു, താങ്കൾ ജിലേബി കഴിച്ചുകൊണ്ടേ സന്യാസിയായിരുന്നു. കുട്ടിക്കാലം മുതലേ എനിക്ക് ജിലേബി എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. 6-ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഞാൻ അധികമൊന്നും പഠിച്ചിട്ടില്ല, 6-ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. പിന്നെ 13 വയസ്സുള്ളപ്പോൾ തന്നെ ഞാൻ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് വന്നു. അതായത് എനിക്ക് ചെറിയ പ്രായം മുതലേ തന്നെ ജിലേബി വളരെ ഇഷ്ടമാണ്. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഞങ്ങൾ എപ്പോഴും ജിലേബി കഴിക്കാറുണ്ടായിരുന്നു. അടുത്ത് തന്നെ എൻ്റെ ഗുരുവും ഇരിക്കാറുണ്ടായിരുന്നു, ആചാര്യ പുഷ്പകൻ സാഗർ മഹാരാജ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം നടക്കുന്നുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞതെന്ന് വെച്ചാൽ, ദൈവമായിട്ട് മാറാൻ പറ്റുമെന്ന്. ആ ഒരു കാര്യം എൻ്റെ കാതിൽ വീണപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ ജിലേബി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മറ്റൊരു ഭാഗത്ത് എനിക്ക് ദൈവമാകാനുള്ള ആഗ്രഹവും ഉണ്ടായി. അങ്ങനെ ഞാൻ വീട് വിട്ടു. പക്ഷേ ദൈവമായിട്ട് മാറാൻ വേണ്ടി താങ്കൾ ആഹാരവും വെള്ളവും എല്ലാം തന്നെ ഉപേക്ഷിച്ചു, വസ്ത്രങ്ങളും ഉപേക്ഷിച്ചു. ഇതിനു മുൻപ് വളരെ നന്നായിട്ട് ജീവിച്ചു എന്നൊരു തോന്നൽ താങ്കൾക്ക് എപ്പോഴെങ്കിലും?
എന്റെ തീരുമാനത്തിൽ ഞാൻ ഒരിക്കലും ദുഃഖിച്ചിട്ടില്ല. പക്ഷേ എന്റെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യം ഉണ്ടാവാറുണ്ട്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മരിച്ചവർക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ദിവസം എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, എന്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞ കാര്യം, അതായത് തരുൺ സാഗർ, നീ ജനിച്ചത് മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനല്ല, ജീവനോടെ ഇരുന്നു കൊണ്ട് ഈ സമൂഹത്തെ നയിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. പിന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ആ ദിവസം മുതൽ ഈ സമൂഹത്തെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ഇന്ന് വരെ ഞാനത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞത് താങ്കൾ ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ആഹാരം കഴിക്കുള്ളൂ എന്നാണ്. അതുപോലെ കുളിക്കുന്നില്ല, ബ്രഷ് ചെയ്യുന്നില്ല, പല്ല് താങ്കൾ തേക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇതെങ്ങനെയുള്ള നിങ്ങൾ ജീവിതമാണ്? എന്നോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ശരിയാണ്. ഞാൻ വസ്ത്രം ധരിക്കാറില്ല, നഗ്നനായിട്ടാണ് ഇരിക്കാറ്. നഗ്നനായിട്ടിരിക്കുക എന്നത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. യഥാ ചാഗ് മുദ്ര. ജൈൻ വിശ്വാസങ്ങളിൽ പറയുന്നത് ഒരു സന്യാസി ആരാണെന്ന് വെച്ചാൽ സമൂഹത്തിന്റെ നഗ്നത മറയ്ക്കുവാൻ വേണ്ടി തന്റെ സ്വന്തം വസ്ത്രം പോലും ഉപേക്ഷിക്കാൻ തയ്യാറായവനാണെന്ന്. പക്ഷെ മുനി, അക്കാലത്ത് അങ്ങനെയൊക്കെ പറയുമായിരിക്കും. പക്ഷെ ഈ 21st സെഞ്ചുറിയിൽ ലോകം വളരെയധികം മാറിയിരിക്കുന്നു. പക്ഷെ താങ്കൾ വസ്ത്രം പോലും ഉപേക്ഷിച്ച് ചുറ്റിക്കറങ്ങുക. ഞാൻ ഒരു കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ, ഈ ലോകം ഒരു കാര്യം മനസ്സിലാക്കണം. ദിഗംബർ സന്യാസി എന്ന് വെച്ചാൽ ആരാണെന്ന്. എന്റെ കയ്യിൽ ഈ മയിൽപീലിയും പിന്നെ ഈ ജലപാത്രവുമാണുള്ളത്, പിന്നെ കമണ്ഡലം. ഇത് മാത്രം ഉള്ളത് കൊണ്ട് ആർക്കും സന്യാസി ആവാനും പറ്റില്ല. നിങ്ങളോട് സന്യാസിമാരെ പറ്റി ഒരു 4 വരി കവിത ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. कि दिगंबर साधु किसे कहते हैं, दिगंबर मुनि किसे कहते हैं? जिसके पैरों में जूता नहीं, सिर पर छाता नहीं, बैंक में खाता नहीं, परिवार से नाता नहीं, उसे कहते हैं दिगंबर मुनि। जिसके तन पर कपड़े नहीं, जिसके मन में लफड़े नहीं, जिसके वचन में झगड़े नहीं, जीवन में कोई रगड़े नहीं, उसे कहते हैं दिगंबर मुनि। जिसका कोई घर नहीं, किसी बात का डर नहीं, दुनिया का असर नहीं, और जिससे बड़ा कोई सुपर नहीं, उसे कहते हैं दिगंबर मुनि। जिसके संग बीवी नहीं, जिसके साथ टीवी नहीं, अमीरी गरीबी नहीं, नाश्ते में जलेबी नहीं, उसे कहते हैं दिगंबर मुनि। പിന്നെ രജത് സർ, നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇതുപോലൊരു ലോകത്ത് ആർക്കെങ്കിലും, അതായത് ഒരു മനുഷ്യൻ, ഞാൻ ഇന്ത്യയെ പറ്റിയല്ല പറയുന്നത്, ഇതുപോലെയൊരു മനുഷ്യൻ ഈ ലോകത്തുണ്ടാവുമോ? അതായത് മുടി വെട്ടുന്ന ആൾ ആവശ്യമില്ല, പിന്നെ ഒരിക്കലും കൊല്ലന്റെ ആവശ്യം വരുന്നില്ല, തട്ടാന്റെ ആവശ്യവും വരുന്നില്ല, എണ്ണപ്പണിക്കാരുടെ ആവശ്യം വരുന്നില്ല, ചെരുപ്പ് കുത്തികളുടെ ആവശ്യം വരുന്നില്ല, എനിക്കായിട്ട് തുണി ഉണ്ടാക്കുന്നവരുടെ ആവശ്യമില്ല. ഇതുപോലൊരു മനുഷ്യനെ ലോകത്ത് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരാളുണ്ട്. അവരാണ് ദിഗംബര മുനി. തുണി അലക്കുന്നവരുടെ ആവശ്യം അവർക്കില്ല, പക്ഷെ അവർ എല്ലാവരെയും ശുദ്ധീകരിക്കുന്നു. അവരെയാണ് ദിഗംബര മുനി എന്ന് വിളിക്കുന്നത്. ദിഗംബര മുനി മറയ്ക്കുവാൻ വേണ്ടി മയിൽപീലി ഉപയോഗിക്കാറുണ്ട്. അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഡെസ്ക് വയ്ക്കാറുണ്ട്. മറയ്ക്കാൻ വേണ്ടി താങ്കൾ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുമ്പോൾ താങ്കൾ എന്തുകൊണ്ട് ഒരു കോണകം കെട്ടിക്കൂടാ? അല്ല, കോണകം നമ്മൾ നോക്കിയാൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിൽ ആർക്കൊക്കെയാണോ പ്രശ്നം തോന്നുന്നത്, അവർ ഞാൻ 1 മീറ്റർ കോണകം ഉടുക്കുന്നതിനേക്കാളും ഒരു ചെറിയ 1 മീറ്റർ തുണി അവരുടെ കണ്ണിൽ കെട്ടിയിട്ട് എന്നെ നോക്കിയാൽ എല്ലാ പ്രശ്നങ്ങളും ശരിയാവും. അത്രേ ഉള്ളൂ കാര്യം. അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. താങ്കളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് അവർ പറയുന്നത്. അല്ലല്ല, ഞാൻ എവിടെ പോവുകയാണെങ്കിലും നഗ്നനായിട്ടേ പോവാറുള്ളൂ. എന്റെ കാലുകളിൽ പാദുകങ്ങൾ ഉണ്ടാവാറില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ താങ്കൾക്ക് ഈ യാത്ര ചെയ്യാൻ കാറുകളുണ്ട്, ബസ്സുകളുണ്ട്, ബുള്ളറ്റ് ട്രെയിനുകളുണ്ട്, റോക്കറ്റ് ഉണ്ട്, കപ്പലുകളുണ്ട്. എന്തുകൊണ്ടാണ് താങ്കൾ നടന്നു പോകുന്നത്? ഞാൻ ഇതുകൊണ്ടാണ് നടന്നു പോകുന്നത്. കാരണം വണ്ടിയിൽ പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിലവിൽ ഒരു വണ്ടി പോലും ഇല്ല. ഒരു മുനിക്ക് സ്വന്തമായിട്ട് തുരുമ്പ് പോലും ഇല്ല എന്നാണ് പറയാറ്. ഈ മയിൽപീലിയും പിന്നെ ഈ കമണ്ഡലവും മാത്രമേ സ്വന്തമുള്ളൂ. ഒരുപക്ഷെ താങ്കൾ ബസ്സിൽ യാത്ര ചെയ്താൽ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ധാരാളം പേർക്ക് ദർശനം നൽകാമല്ലോ. അങ്ങനെ പബ്ലിസിറ്റിയും കൂടുമല്ലോ. ഈ ആപ്കെ അദാലത്തിൽ വരാൻ പോലും താങ്കൾക്ക് 6 ദിവസം. നിങ്ങളല്ലേ പറഞ്ഞത് ജീവിക്കാൻ അനുവദിക്കൂ എന്ന്. ആദ്യം നമ്മൾ ജീവിക്കണം. ഒരുപക്ഷെ നമുക്ക് ജീവിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്തിന് തന്നെ മനസ്സിലായിക്കോളും എങ്ങനെ ജീവിക്കണമെന്നൊക്കെ. വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കൂ സാർ, കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറണ്ടേ? മഹാവീറിന്റെ കാലത്ത് ഫോണൊന്നും ഇല്ലായിരുന്നല്ലോ, മൈക്രോഫോൺ ഇല്ലല്ലോ. ഇപ്പോൾ താങ്കൾ മൈക്രോഫോൺ യൂസ് ചെയ്യുന്നു, സെൽഫോൺ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ താങ്കൾ നോക്കിയ ബുക്സ് ഒക്കെ എഴുതുന്നുണ്ട്. ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇല്ല, മഹാവീരൻ
മഹാവീരന്റെ ആശയങ്ങൾ ഇതാണ്, ഭഗവാൻ സദ്ദേവിന്റെയും ആശയങ്ങൾ ഇതാണ്, ജൈനധർമ്മത്തിന്റെ ആശയങ്ങൾ ഇതാണ്. എനിക്കൊരിക്കലും ഈ ആശയങ്ങളും സിദ്ധാന്തങ്ങളും മാറ്റാൻ പറ്റില്ല. പക്ഷെ അതിന്റെ വ്യാഖ്യാനങ്ങൾ മാറ്റാൻ പറ്റും. ചിലപ്പോൾ നല്ല വശങ്ങളുണ്ടാവാം, ചിലപ്പോൾ മോശം വശങ്ങളും ഉണ്ടാവാം. ഇത് ശാശ്വതമായിട്ടുള്ളൊരു ആശയമാണ്. ലോകം ഇന്ന് നിലനിൽക്കും, നാളെ മാറും. പക്ഷേ ആശയങ്ങൾ ഒരിക്കലും പല മാറില്ല. മുനിമാരെയൊക്കെ കണ്ടിട്ടുണ്ട്, അവർ എയറോപ്ലെയിൻ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഹെലികോപ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അത് മഹാവീരന്റെ വഴിയല്ല. അതൊരിക്കലും അദ്ദേഹത്തിന്റെ വഴിയല്ല. അത് നമുക്കെതിരായിട്ടുള്ളൊരു വഴിയാണ്. മഹാവീരന്റെ ശരിക്കുമുള്ള വഴി ഇതാണ്. അദ്ദേഹം ഒരു രാജകുമാരനായിരുന്നു, അദ്ദേഹം ഒരു രാജാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചപ്പോൾ അദ്ദേഹം എല്ലാം തന്നെ ഉപേക്ഷിച്ചു. ഒരു കാര്യം നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കണം. മഹാവീരൻ പറഞ്ഞത് ഒരു കാര്യം നേടാൻ മറ്റൊന്ന് ഉപേക്ഷിക്കണമെന്നാണ്. ഒരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യത്തെ ഉപേക്ഷിക്കണം. ഒരുപാട് കാര്യങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടണം. പക്ഷേ എല്ലാം നേടണമെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് താങ്കളെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു, അഹിംസ മഹാക്കും. ഇതിൽ താങ്കളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. താമരപ്പൂവിന്റെ മുകളിലാണ് താങ്കൾ ഇരിക്കുന്നത്. അവിടെ മുൻപിൽ ചുറ്റുപാടും സ്ത്രീകളും ഉണ്ട്. കുറച്ചുപേര് ആരതി എടുക്കാൻ വേണ്ടി കാത്തിരിക്കുക. ഇപ്പൊ പറയൂ, താങ്കൾ ഏതാണ് ഉപേക്ഷിച്ചത്? എല്ലാം തന്നെ ഉണ്ടല്ലോ. मंजिल मिले ना मिले, मंजिल मिले ना मिले, ये मुकद्दर की बात है. हम कोशिश ही न करें, ये तो गलत बात है. ഞാൻ ആ ലക്ഷ്യം നേടിയെന്ന് പറയുന്നു. അതെ, നേടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ ഒരു കാര്യമുണ്ടല്ലോ, അത് ഞാൻ ചെയ്തതല്ല, എനിക്ക് വേണ്ടി സമൂഹം ചെയ്തതാണ്. അതും നിങ്ങൾ കാണേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഇരിപ്പിടമുണ്ട്, ഇവിടെ ഈ ടേബിളുണ്ട്. ഇതൊക്കെ സമൂഹത്തിന്റെ കടമയാണ്. അവരെന്നെ വിലമതിക്കുന്നു, അവരെനിക്ക് ബഹുമാനം നൽകുന്നു. ഇതൊക്കെ സമൂഹത്തിന്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ ഞാൻ താഴെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ തന്നെ ഇരിക്കാൻ തയ്യാറാണ്. മേലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിനും തയ്യാറാണ്. മേലെ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ നിർബന്ധമായതുകൊണ്ടാണ്. കറണ്ട് പോകുന്ന സമയത്ത് നമ്മൾ വിളക്ക് കത്തിക്കാറുണ്ട്. ആ വിളക്ക് ഒരു ഉയരമുള്ള സ്ഥലത്താണ് വെക്കുക, കാരണം അതിന്റെ വെളിച്ചം എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടി. ഒരു സന്യാസി, ഗുരു, മുനി ഇവരൊക്കെ പ്രകാശത്തോടെ കത്തുന്ന ഒരു ദീപമാണ്. ഇവരെയൊക്കെ എന്തിനാണ് ഉയരമുള്ള സ്ഥലത്ത് ഇരുത്തുന്നതെന്നാൽ സമൂഹത്തിലേക്ക് അവരുടെ വെളിച്ചം വ്യാപിക്കാൻ വേണ്ടിയാണ്. സമൂഹത്തിൽ ആ വെളിച്ചത്തിന്റെ കിരണങ്ങൾ എത്താൻ വേണ്ടിയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ചില സമയത്ത് ആളുകൾ പറയാറുണ്ട്, അതായത് എല്ലാ ആത്മാക്കളും ഒന്ന് തന്നെയാണ് എന്ന്, ആരും വലിയവരില്ല, ആരും ചെറിയവരില്ല എന്ന്. പക്ഷെ നിങ്ങൾ ഉയരമുള്ള സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഞങ്ങളെ തറയിൽ ഇരുത്തുന്നു എന്ന്. അതിലൂടെ നിങ്ങൾ സ്വയം വലിയൊരാളാണെന്ന് വിചാരിക്കുകയാണോ? അതിന് മറുപടിയായിട്ട് മഹാവീരൻ ഒരു കാര്യം പറഞ്ഞു, വളരെ നല്ലൊരു മറുപടി. അതെന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ ഉയരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാനൊരു വലിയ ആളാകുന്നില്ല. ഞാൻ ഉയരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും വലിയ ആളാകുന്നില്ല. നിങ്ങൾ താഴെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും ചെറിയവരും ആവുന്നില്ല. താഴെ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾ വലിയവരാണ്. ഞാൻ മേലെ ഒരു ചെയറിലിരുന്നാലും ഞാനൊരു ചെറിയവനാണ്. പക്ഷേ ഞാൻ ചെയറിലിരുന്നത് കൊണ്ട് ഞാനൊരു വാച്ച്മാനായി. നിങ്ങൾ ഭൂമിയിലിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ജമീന്ദാറുമായി. ഇപ്പോ ഇതിനെക്കുറിച്ച് താങ്കൾ പറയൂ. താങ്കൾ 13ാമത്തെ വയസ്സിൽ ദൈവമാകാൻ വേണ്ടി വീട്ടിൽ നിന്ന് പോയ വ്യക്തിയാണ്. ദൈവമായി ഞാൻ ഈ അടുത്താണ് നടക്കാൻ തുടങ്ങിയത്. ആ വഴിയിൽ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായിട്ടേ ഉള്ളൂ. എത്രമാത്രം ജന്മങ്ങൾ, എത്രമാത്രം പരീക്ഷണങ്ങൾ ഉണ്ടെന്നത് അവ്യക്തമാണ്. അതൊന്നും അറിയാവുന്നത് എളുപ്പമല്ല. പക്ഷേ ജനങ്ങൾ എന്നും എന്നെ ഭക്തിയോടെയാണ് കാണുന്നത്. വളരെ വൈകാര്യമായി കാണുന്നു. അത് അവരുടെ ഭക്തിയാണ്. പക്ഷേ ഞാൻ ഈ അടുത്താണ് നടക്കാൻ പോലും തുടങ്ങിയത്. ഇനിയും പോകാൻ ഒരുപാട് ദൂരമുണ്ട്. താങ്കളുടെ ഈ യാത്രയെക്കുറിച്ചുള്ള പല കുറ്റാരോപണങ്ങളും എന്റെ പക്കലുണ്ട്. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം മുനി തരുൺ സാഗറിന്റെ മേലുള്ള കുറ്റാരോപണങ്ങൾ എന്താണെന്ന് നോക്കാം. മഹാവീരന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അത് അഹിംസയായിരുന്നു. ഇവരുടെ പക്കൽ SLR ഉണ്ട്. പക്ഷെ വെടിവെക്കാൻ തുടങ്ങിയാൽ ഒരു 50-60 ഏട് മരിക്കും. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നൊരു പ്രത്യേക രീതിയിലുള്ള വിചാരണയാണ് നടക്കുന്നത്. നമ്മുടെ കൂടെ ഒരു ജെയിൻ മുനിയുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം വസ്ത്രം ധരിക്കില്ല. ഇദ്ദേഹം എവിടേക്ക് യാത്ര ചെയ്താലും അത് നടന്നാണ് പോകുന്നത്. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കുറച്ച് കയ്പ് നിറഞ്ഞതാണ്. പക്ഷേ ഇദ്ദേഹത്തെ ജനങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ആപ്കി അദാലത്തിൽ മുനി തരുൺ സാഗറിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ജെയിൻ മുനി തരുൺ സാഗറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഡബിൾ സ്റ്റാൻഡ് ഉള്ള വ്യക്തിയാണ് എന്നുള്ളതാണ്. മുനി, താങ്കൾക്ക് ഒന്നിലും മോഹമില്ലെന്നാണ് പറയുന്നത്. താങ്കൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല, പോക്കറ്റിലാണെങ്കിൽ പണവും ഇല്ല. സാർ, എനിക്ക് പോക്കറ്റ് പോലും ഇല്ല, പിന്നെ എങ്ങനെയാ കാശുണ്ടാവുന്നേ?
ജനങ്ങൾ എന്നോട് എന്താ പറയാറെന്ന് വെച്ചാൽ, ഗുരുജി, ഞാൻ നിങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കോണ്ടാക്റ്റിൽ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ അഡ്രസ്സ് ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ അവരോടൊക്കെ പറയാറ്, ഡ്രസ്സ് ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് അഡ്രസ്സ് ഉണ്ടാവുക എന്നാണ്. ഏത് വ്യക്തിക്കാണോ വസ്ത്രമില്ലാത്തത്, മായാമോഹങ്ങളൊന്നുമില്ലാത്തത്, അദ്ദേഹത്തിന് വേണ്ടി എന്തിനു വേണ്ടിയാണ് സംരക്ഷണത്തിന് വേണ്ടി ഇത്രയും പോലീസ് ഓഫീസർമാരുള്ളത്? നോക്കൂ, എൻ്റെ അടുത്ത് ഫോട്ടോസ് ഉണ്ട്. ഈ ഫോട്ടോയിൽ താങ്കൾ ഇരിക്കുന്നു, താങ്കളുടെ പിന്നിൽ പോലീസുകാരും ഉണ്ട്. ഈ ഫോട്ടോയിൽ താങ്കൾ നടക്കുകയാണ്, താങ്കളുടെ ചുറ്റിനും ബ്ലാക്ക് കാറ്റ്സ് കമാൻഡോസും ഉണ്ട്. ഇത് നോക്കൂ, ഞാൻ ഏത് നാട്ടിൽ പോയാലും, ഏത് സ്റ്റേറ്റിലേക്ക് പോയാലും, ഏത് രാജ്യത്തേക്ക് പോയാലും അവിടെയുള്ള ഗവൺമെന്റ് എന്നെ ഒരു പ്രധാനപ്പെട്ട അതിഥിയായിട്ട് കണ്ട് സ്വീകരിക്കാറുണ്ട്. പിന്നെ അതിഥി എന്ന രീതിയിൽ എന്നെ ബഹുമാനിക്കുമ്പോൾ ആ ഗവൺമെന്റിന് ഈ കാര്യങ്ങൾ ഒരു കടമയായിട്ട് മാറുന്നു, ഒരു ഡ്യൂട്ടി ആയിട്ട് മാറുന്നു. അവരെനിക്ക് ഈ സുരക്ഷയൊക്കെ ഏർപ്പെടുത്താറുണ്ട്. അവർ അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. അതിലിപ്പോ നമ്മൾ എന്താ ഇത്ര പറയാൻ? അതിന്റെ ആവശ്യമില്ല. മഹാവീറിന്റെ ഉദ്ദേശലക്ഷ്യം അഹിംസയായിരുന്നില്ലേ? ഇവരുടെ കയ്യിൽ SLR ഉണ്ട്. ഇവര് വെടിവെക്കാൻ തുടങ്ങിയ ഒരു 50-60 പേര് മരിക്കില്ലേ? ഒരു ചുമരിൽ ഒന്നും തന്നെ എഴുതാതിരിക്കുന്നത് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. അതായത് ഒന്നും എഴുതരുത് എന്ന് പറയാൻ. പിന്നെ ഞാനെന്താ കരുതുന്നതെന്ന് വെച്ചാൽ, ഈ ഗവൺമെന്റ് അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ഞാനതിനെ ഒരിക്കലും എതിർക്കുകയില്ല. പിന്നെ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ തോന്നുന്നത്. പിന്നെ ഇത് ഗവൺമെന്റിന്റെ ഒരു ഡ്യൂട്ടിയാണ്. ആയിരക്കണക്കിന് ജനങ്ങൾ അങ്ങനെയല്ല. വരുമ്പോൾ അവർ- താങ്കൾ ഞാൻ പറയുന്നു പറയൂ. കേൾക്കൂ. താങ്കൾ മയിൽപീലി കൊണ്ട് വിശറി വെച്ചിരിക്കുന്നത് ഒരു ചെറു പ്രാണി പോലും ചാകാതിരിക്കാൻ ശരി. വേണ്ടിയല്ലേ? ഇരിക്കുന്ന സ്ഥലം പോലും വൃത്തിയാക്കും. Correct പക്ഷെ ആണ്. താങ്കളുടെ പിന്നിൽ ഗൺസ് വെച്ചോണ്ടല്ലേ അവർ നിൽക്കുന്നത്. ഓർഡിനറി ഗൺസ് ഒന്നുമല്ല, SLR സെൽഫ് ലോഡിംഗ് ഗൺസ് ആണ്. ഒറ്റ ട്രിപ്പിൽ തന്നെ 50-60 പേര് മരിക്കും. അല്ല. അവരതൊരിക്കലും യൂസ് ചെയ്യുകയില്ല. പിന്നെ ഞാൻ അവരോട് എപ്പോഴും പറയാറുണ്ട് അത് ലോക്ക് ചെയ്ത് വെക്കണമെന്ന്. കാരണം അത് കാണുമ്പോൾ എനിക്കും പേടി തോന്നാറുണ്ട്. കാരണം അവർ എൻ്റെ അടുത്താണല്ലോ ഏറ്റവും കൂടുതൽ നേരം നിൽക്കാറ്. പിന്നെ നമ്മൾ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. താങ്കൾ അഹിംസയുടെ പൂജാരിയാണ്. പക്ഷെ ഹിംസിക്കുന്ന വെപ്പൺസ് കൂടെ വെച്ചാൽ എങ്ങനെയാ? അതിലൊരു പൊരുത്തക്കേടില്ല. ഇതിൽ എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇതൊക്കെ ഗവൺമെന്റിന്റെ ഒരു ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് അവരത് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ എതിർക്കുകയില്ല. ഇതൊന്നും എൻ്റെ കയ്യിലുള്ള കാര്യമല്ല. നോക്കൂ, താങ്കൾ പാകിസ്ഥാനെക്കുറിച്ച് സ്റ്റേറ്റ്മെന്റ് നൽകുന്നുണ്ട്. താങ്കൾ പാകിസ്ഥാനെ സാത്താൻ എന്ന് വിളിക്കുന്നു. പിന്നെ പാകിസ്ഥാന് അവരുടെ രീതിയിൽ തന്നെ ഉത്തരം നൽകണമെന്നും താങ്കൾ പറയുന്നു. അങ്ങനെ പാകിസ്ഥാനോട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ അവരെ വെടിവെക്കണോ അല്ലെങ്കിൽ ടാങ്കർ എടുത്തുകൊണ്ട് പോകണം. അങ്ങനെ ചെയ്യാനാണോ പറയുന്നത്? നിങ്ങൾ ചോദിച്ച ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ചാനലുകാർ എന്നോട് ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ, ഇത് പല വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യ, പാകിസ്ഥാൻ. ഒരുപക്ഷെ പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ എല്ലാ അർത്ഥത്തിലും വളരെ മുന്നേറിയിരുന്നേനെ. ഇന്ന് ഇന്ത്യ ഒരുപാട് വികസിച്ചേനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം എന്ന്. സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ മനസ്സിലാക്കി കൊടുക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. 60 വർഷമായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, ഒരു ജൈൻ മുനിയായിട്ടിരുന്നിട്ട് തോക്കിന്റെ ഭാഷ സംസാരിക്കുമ്പോൾ അതൊരിക്കലും അഹിംസയുടെ ഭാഷയല്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. മീഡിയ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഒരു മറുപടി പറഞ്ഞു എന്നേ ഉള്ളൂ. അത് അവരെ കാര്യങ്ങൾ അവരുടെ ഭാഷയിൽ മനസ്സിലാക്കി കൊടുക്കണമെന്നാണ്. പിന്നെ ആളുകൾ പറയാറുണ്ടല്ലോ, ഈ നായയുടെ വാല് 12 വർഷം കുഴലിലിട്ടാലും നേരെ ആവില്ല എന്നൊക്കെ. അത് എപ്പോഴും വളഞ്ഞു തന്നെ കിടക്കത്തുള്ളൂ. ഇത് പാകിസ്ഥാന്റെ കാര്യത്തിലും അങ്ങനെയാണ്. അതൊരിക്കലും നേരെയാവാൻ പോകുന്നില്ല. താങ്കളെല്ലാം വളരെ നന്നായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ എന്തിനാണ് വളരെ കയ്പ് നിറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുന്നത്? സ്നേഹത്തോടെ സംസാരിക്കാൻ അറിയില്ലേ? രജത് സർ തുടക്കത്തിൽ ഒരു 10 വർഷം വളരെ സ്നേഹത്തോടെയാണ് സംസാരിച്ചത്. വളരെ സോഫ്റ്റായിട്ട്, വളരെ സോഫ്റ്റായിട്ട്. പക്ഷേ അത്രയ്ക്കും സോഫ്റ്റായിട്ട് സംസാരിച്ചതിനുള്ള ഒരു പരിണിത ഫലമാണ് ഇത്. അതായത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ ഉറങ്ങുകയായിരിക്കും. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുറങ്ങുന്നു. അവർ എന്താണ് വിചാരിക്കുന്നത്? ഞാൻ ഇവിടുന്ന് താരാട്ട് പാടുകയാണ്. ഒരു ദിവസം മഹാവീരൻ എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതായത് തരുൺ സാഗർ, ഇവിടെ ജനങ്ങൾ വളരെ കുറവാണ്. ആ സമയത്ത് എൻ്റെ സംസാരം കേൾക്കാൻ അധികം ജനങ്ങളൊന്നും വരാറില്ലായിരുന്നു. കൂടിപ്പോയാൽ ഒരു 25-50 പേരൊക്കെ വരൂ. പിന്നെ ആ 25-50 പേരുടെ കൂടെ ഏത് അച്ഛനെയാണോ മകൻ കടയ്ക്കുള്ളിലേക്ക് വിടാത്തത്, ഏത് അമ്മായിയമ്മയാണോ വീട്ടിനകത്തേക്ക് മരുമകൾ വിടാത്തത്, അവരൊക്കെയാണ് വരാറ്. പിന്നെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, മഹാവീരർ പറഞ്ഞതുപോലെ ഈ ആളുകൾ വളരെ കുറവാണ്.
ഇവര് നീ പറയുന്നതൊന്നും കേൾക്കുന്നുമില്ല, അവർക്കൊന്നും മനസ്സിലാക്കാനും പറ്റുന്നില്ല. ഇതിനുവേണ്ടി സമയം പാഴാക്കരുത്. അടുത്ത ദിവസം ഞാനൊരു അറിയിപ്പ് പുറപ്പെടുവിച്ചു. അതിന് ഇന്ത്യയിലെ പകുതി പുരുഷന്മാരും എനിക്ക് എതിരായിരുന്നു. മാത്രമല്ല, ആ അറിയിപ്പ് പിൻവലിക്കണമെന്നും പലരും എന്നെ പ്രഷർ ചെയ്തു. പക്ഷെ അപ്പം ഞാൻ പറഞ്ഞു, ഈ അറിയിപ്പ് ഒരിക്കലും പിൻവലിക്കാൻ പറ്റില്ല എന്ന്. ഇത് ഞാൻ ജീവിതത്തിൽ ഒരുപാട് ചിന്തിച്ചെടുത്ത ഒരു തീരുമാനമാണ്. ഞാൻ ജീവിതകാലം മുഴുവനും ഈ ഒരു മിഷനോട് കൂടി തന്നെയാണ് ജീവിക്കാൻ പോകുന്നത്. ആര് തന്നെ വന്നാലും ഇല്ലെങ്കിലും ഞാൻ ഈ മിഷനിൽ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. ആർക്കാണോ ഒറ്റയ്ക്ക് പോകാൻ ധൈര്യം ഉള്ളത്, ഒരു ദിവസം അവരുടെ കൂടെ എല്ലാവരും തന്നെ ഇറങ്ങി പുറപ്പെടും. താങ്കൾ അച്ഛനെക്കുറിച്ചും മകളെക്കുറിച്ചും സംസാരിക്കുന്നു, പക്ഷെ താങ്കൾക്ക് വിവാഹമായില്ല, താങ്കൾക്കൊരു കുടുംബമില്ല. പക്ഷേ ജനങ്ങളോട് താങ്കൾ കുടുംബജീവിതം എങ്ങനെ നയിക്കണമെന്ന് പറയുന്നു. ഞാൻ ഈ ലോകത്തെ ഉപേക്ഷിച്ചതാണ്, പക്ഷേ സമൂഹത്തെ ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ ലോകത്തെ ഉപേക്ഷിച്ചെങ്കിലും സമൂഹത്തെ ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ ഈ ലോകത്ത് തന്നെ ജീവിക്കും. അതോടൊപ്പം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ എന്നും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ മറ്റൊരു ഉദാഹരണം, ഭാര്യയെപ്പറ്റിയുള്ള എൻ്റെ ഡെഫിനിഷൻ ഞാൻ പറയാം. ഭാര്യയുടെ ഡെഫിനിഷൻ: पत्नी जो पति से रहे तनी तनी, खत्म कर दे उसकी मनी, वही पत्नी है. ഞാൻ എനിക്ക് ഒരു ജോലിയും ഇല്ല. തൂത്തുവാരേണ്ട ആവശ്യമില്ല, തുടയ്ക്കേണ്ട ആവശ്യമില്ല, പാത്രം കഴുകേണ്ട ആവശ്യമില്ല. എനിക്ക് ചെയ്യാൻ ഒരു ജോലിയും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്കുള്ള സമയത്ത് ഞാൻ വെറുതെ ഇരുന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഓരോ ഡെഫിനിഷൻസ്. മരുമോൾക്കും നടുക്ക് എന്ത് സംഭവിക്കുന്നത് താങ്കൾക്ക് എങ്ങനെ അറിയാം? അല്ല, അങ്ങനെയല്ല. നോക്കൂ ജനങ്ങളെ, എനിക്ക് വീടില്ല, പക്ഷേ എനിക്ക് എല്ലാ വീടുകളുടെയും കഥ നന്നായിട്ട് അറിയാം. എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, പക്ഷേ എല്ലാ വീടുകളുടെയും കഥ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റിയുള്ള ടിപ്സ് കൊടുക്കുന്നത്, അതിനെപ്പറ്റി പ്രഭാഷണങ്ങൾ നടത്തുന്നത്. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അവരെന്നെ വീണ്ടും വീണ്ടും വിളിക്കും. ഞാൻ പറയുന്നത് അവർ കേൾക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരത് പ്രാവർത്തികമാക്കുന്നുമുണ്ട്. താങ്കൾക്ക് ഒരിക്കൽ പോലും തോന്നിയില്ലേ താങ്കൾ കണ്ണു കാണാത്തവരുടെ നഗരത്തിലാണ് കണ്ണാടി വിൽക്കുന്നത്? ഒരാൾ കണ്ണ് തുറക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നമാണ്. ജനങ്ങൾ എന്നോട് പറയാറുണ്ട്, ഗുരുജി നിങ്ങളുടെ പ്രഭാഷണം കേൾക്കാൻ ഒരുപാട് പേർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ തോന്നുന്നുണ്ടോ, അതായത് അവർ നിങ്ങളുടെ പ്രഭാഷണം കേട്ട ഉടനെ തന്നെ മാറുമെന്ന് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ പറയാറുള്ളത്, ആരൊക്കെ മാറുന്നുണ്ടോ ഇല്ലയോ അത് അവരുടെ പ്രശ്നമാണ്, പക്ഷെ അവരെ മാറാൻ പ്രേരിപ്പിക്കേണ്ടത് എൻ്റെ കടമയാണ്. മുനിജി, ഇനിയും ധാരാളം ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ മുനി തരുൺ സാഗറിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി മുനി തരുൺ സാഗറാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ജെയിൻ മുനി തരുൺ സാഗറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ജനങ്ങൾക്ക് തെറ്റായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് പറയും. താങ്കൾ കയ്പ് നിറഞ്ഞ വാക്കുകൾ പറഞ്ഞ് ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. ഒരു പ്രാവശ്യം സംസാരിക്കാൻ വേണ്ടി ഹരിയാന അസംബ്ലിയിലേക്ക് താങ്കൾ പോയി. അവിടെ വെച്ച് താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അതായത് സമൂഹത്തിൽ പുരുഷന്മാർക്ക് ആദ്യ സ്ഥാനവും സ്ത്രീകൾക്ക് രണ്ടാം സ്ഥാനവും ആണെന്ന്. അത് ഞാൻ പറഞ്ഞ കാര്യമല്ല, നമ്മുടെ പ്രകൃതി പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ അദ്ദേഹത്തെ അവിടെയാണ് ഇരുത്തിയിരിക്കുന്നത്, ഇവരെ ഇവിടെയാണ് ഇരുത്തിയിരിക്കുന്നത്. പിന്നെ താങ്കൾ ആ സൈഡിലേക്ക് നോക്കൂ, ഞാൻ അവരെല്ലാം അവിടെയാണ് ഇരുത്തിയിരിക്കുന്നത്. ഈ സമൂഹത്തില് പുരുഷന്മാരാണോ ആദ്യത്തെ സ്ഥാനം? രണ്ടാം സ്ഥാനത്ത് സ്ത്രീകളാണെന്ന് താങ്കൾ പറയുന്നു. ശക്തിക്ക് വേണ്ടി ദുർഗാദേവിയെ പൂജിക്കുന്നു, ധനത്തിനു വേണ്ടി ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നു, വിദ്യാഭ്യാസത്തിനു വേണ്ടി സരസ്വതി ദേവിയെ പൂജ ചെയ്യുമ്പോൾ അവരെല്ലാം നമ്പർ 2 ആണെന്ന് താങ്കൾ പറഞ്ഞു. പക്ഷെ ഇങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പൊതുവെ കൃഷ്ണന്റെ പേരിന്റെ മുൻപിൽ രാധയുടെ പേരാണ് പറയാറുള്ളത്. രാമന്റെ മുന്നിൽ സീത എന്നിട്ട് സീതാരാം എന്ന് വിളിക്കും, നാരായണനെ ലക്ഷ്മി നാരായണൻ എന്ന് വിളിക്കും. ഇതാണ് നമ്മുടെ സംസ്കാരം. പക്ഷെ താങ്കൾക്ക് സ്ത്രീകൾ നമ്പർ 2 ആണ്. ശിവപാർവതി എന്നും പറയാറുണ്ടല്ലോ. അന്വേഷിച്ചപ്പോൾ അത് മാത്രമേ താങ്കൾക്ക് കിട്ടിയുള്ളൂ. ഇതിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കൂ, വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതായത് ഞാൻ ഒരിക്കലും സ്ത്രീകളെ ദുർബലരാണെന്ന് പറയില്ല, അവർ എപ്പോഴും ശക്തരായവർ തന്നെയാണ്. സ്ത്രീകൾ 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 എന്നും ശക്തരായവരാണ്. പുരുഷന്മാർ എന്നും അവരോട് കടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അവരുടേതായ പ്രാധാന്യമുണ്ട്. പ്രകൃതിയുടെ സൃഷ്ടിയിൽ അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ, നമ്മളത് വിശ്വസിച്ചേ തീരൂ. നിങ്ങൾ പേരെഴുതുമ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ പേരാണ് നിങ്ങൾ ഇനീഷ്യലായിട്ട് എഴുതുന്നത്.
അമ്മയുടെ പേര് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ എഴുതാത്തത്? അല്ല, അമ്മയുടെ പേരും എഴുതാം. അല്ലല്ല, നിങ്ങൾ എപ്പോ സൈൻ ചെയ്താലും ആ. നിങ്ങളുടെ അച്ഛന്റെ പേരാണ് ഇനീഷ്യലായിട്ട് എഴുതുന്നത്. അമ്മയുടെ പേര് അല്ലല്ല, ഒരിക്കലും എഴുതുന്നില്ല. അങ്ങനെയൊന്നുമല്ല. ആരും തന്നെ അങ്ങനെ താങ്കൾ ചെയ്യുന്നില്ല. ഈ കാലഘട്ടത്തിന് അനുസൃതമായി മാറുന്നില്ല. താങ്കൾ TV ആഡ്സ് ഒന്നും കാണുന്നില്ല. ഉം. വലിയ വലിയ ക്രിക്കറ്റേഴ്സ് പോലും ആദ്യം അവരുടെ അമ്മയുടെ പേരാണ് പറയുന്നത്. അങ്ങനെയാണോ? ഈ ലോകം മാറിയിരിക്കുന്നു. പിന്നെ താങ്കൾ ഹരിയാന അസംബ്ലിയിൽ താങ്കൾ എന്താ സംസാരിച്ചെന്ന് വെച്ചാൽ, ഒരു ഭർത്താവിനെ പിന്തുടരുന്നതാണ് ഒരു ഭാര്യയുടെ കടമയെന്ന്. പുരുഷന്മാർക്കും അങ്ങനെ എന്തെങ്കിലും ധർമ്മമുണ്ടോ? ധർമ്മപത്നി എന്നാണല്ലോ നമ്മൾ പറയാറ്, ധർമ്മപതി എന്ന് നമ്മൾ പറയാറില്ലല്ലോ. ഇനി വേണമെങ്കിൽ അങ്ങനെ പറയാം. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നില്ല? താങ്കൾ ധർമ്മപത്നി എന്ന് പറയുന്നുണ്ടെങ്കിൽ ധർമ്മപതി എന്ന് നമുക്ക് പറയാൻ പറ്റണം. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. പക്ഷെ എന്തുകൊണ്ട് പറയുന്നില്ല? അതിന് താങ്കളാണ് കാരണം. എന്ത്? താങ്കൾ ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു. ഇല്ല, ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾ നോക്കൂ, ഞാൻ എന്ത് കാര്യമാണോ പറഞ്ഞത്, മീഡിയ അതിനെപ്പറ്റി ഒരുപാട് വിമർശനങ്ങൾ നടത്തി, അത് ഒരുപാട് ഡിസ്കസ് ചെയ്തു, അതിനെ വേറെ ഒരു അർത്ഥത്തിലേക്ക് അവർ മാറ്റി. ആ സമയത്ത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം രാഷ്ട്രീയത്തിനും ധർമ്മത്തിനും ഇടയിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, അതിന് ഞാൻ പറഞ്ഞത് എന്താണെന്നാൽ, ഈ ധർമ്മം എന്ന് വെച്ചാൽ ഭർത്താവും രാഷ്ട്രീയം എന്നത് ഭാര്യയുമാണ് എന്ന്. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ബന്ധമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ മീഡിയ ആ കാര്യത്തിനെ വളച്ചൊടിച്ചു. അതൊക്കെ മീഡിയയുടെ ജോലിയാണ്. എനിക്ക് അതിനെപ്പറ്റിയൊന്നും പറയാനില്ല. സ്ത്രീകളെ ഇപ്പോ ഞാൻ താങ്കൾ ഒരിക്കലും പറഞ്ഞു കുറച്ച് വരുന്നത്, കാണുന്നില്ല. താങ്കൾ പറഞ്ഞത് മീഡിയ മറ്റൊരു രീതിയിൽ എടുത്തെന്നല്ലേ? എൻ്റെ അടുത്ത് താങ്കളുടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റും ഉണ്ട്. അതിൽ താങ്കൾ പറഞ്ഞിരിക്കുന്നത്, ജീൻസ് ധരിക്കുന്ന ഒരു അമ്മ കുഞ്ഞിനെ എങ്ങനെ മടിയിൽ വെക്കുമെന്ന്. ഒരമ്മ ജീൻസ് ധരിക്കാൻ പാടില്ലെന്ന് വല്ല നിയമവും ഈ ചോദ്യം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് നിങ്ങൾ ആദ്യം പറയണം. ഞാൻ പറഞ്ഞതെന്താണെന്നാൽ, അമ്മയുടെ മടി ചെറിയ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തേക്കാളും മഹത്തായ ഒരു സ്ഥലമാണ്. ഒരു അമ്മയുടെ മടിയിലാണ് ഒരു കുഞ്ഞിന് എപ്പോഴും സുരക്ഷിതത്വ ബോധം കൂടുതൽ ഉണ്ടാവുക. അതാണ് ഏറ്റവും സുരക്ഷയുള്ള സ്ഥലം. മുലപ്പാൽ കുടിക്കുന്ന ഒരു കൈക്കുഞ്ഞു പോലും ഇങ്ങനെയാണ് ചിന്തിക്കുക, അതായത് അതിന്റെ വൈകുണ്ഠം ഇതാണ് എന്ന്. പിന്നെ അമ്മ ആ കുഞ്ഞിനെ സാരിത്തുമ്പ് കൊണ്ട് മറയ്ക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആരും തന്നെ കുഞ്ഞിന് കണ്ണുവയ്ക്കാതിരിക്കാൻ. എന്നാൽ अब पैदा होने वाली औलाद ये सुख नहीं पा पाएगी, क्योंकि जीन्स वाली मम्मी आंचल कहाँ से लाएगी। ഒരു ജീൻസ് ധരിച്ചിരിക്കുന്ന അമ്മ സൗന്ദര്യം കാണിക്കാൻ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ പാൽ എങ്ങനെ കൊടുക്കുമെന്ന് ചോദിക്കുന്നു. ഒരമ്മ ജീൻസ് ധരിച്ചാലോ അല്ലെങ്കിൽ സൗന്ദര്യം സംരക്ഷിച്ചാലോ അത് അവരുടെ കാര്യമല്ലേ? താങ്കൾ എന്തിനാ അതിൽ ഇടപെടുന്നത്? ഇല്ല. ഇത് നോക്കൂ, ജീൻസ് ധരിക്കുക എന്നത് ഓരോരുത്തരുടെ താല്പര്യമാണ്, അവരുടെ ഇഷ്ടമാണത്. ഞാൻ ഒരിക്കലും അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നില്ല, ഒരു നിബന്ധനകളും ഞാൻ വെക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്നാൽ, ജൈനധർമ്മം അത്ഭുതകരമായ ഒന്നാണ്. പക്ഷെ ആരെയും ഒരു കാര്യത്തിനും അതൊരിക്കലും നിർബന്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് വസ്ത്രം ധരിക്കേണ്ട എന്നതൊക്കെ അവരുടെ ഇഷ്ടം മാത്രമാണ്. ഒരിക്കലും ഞാൻ അതിൽ ഇടപെടാൻ പോവില്ല. താങ്കൾ സംസാരിക്കുന്ന സമയത്ത് താങ്കളുടെ ഓപ്പോസിറ്റിലുള്ള ഓഡിയൻസിനെ നോക്കിക്കൊണ്ട് കഴുതെന്ന് വിളിച്ചാൽ അവരെന്തായിരിക്കും കരുതുന്നത്? നിങ്ങൾ നോക്കൂ, ഞാൻ ഒരിക്കലും കഴുത എന്നൊന്നും പറയില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഞാനിപ്പോ നിങ്ങളോട് ഒരു ഉദാഹരണം പറയാം. ഞാനിവിടെ റൂമിലിരിക്കുമ്പോൾ ഒരു പല്ലി മേലെ ഉണ്ടെന്ന് വെക്കുക. ഞാനപ്പോ ആ പല്ലിയോട് ഒരു കാര്യം ചോദിച്ചു. എപ്പോഴും നിങ്ങൾ മേലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലോ, തറ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ, എന്താണ് അതിന്റെ കാരണമെന്ന്. അപ്പോ ആ പല്ലി പറഞ്ഞു, ഗുരുജി, നിങ്ങൾക്ക് ഈ കാര്യം അറിയില്ലെന്ന് തോന്നുന്നു, ഈ റൂഫ് ഞങ്ങളാണ് താങ്ങി നിർത്തുന്നത് എന്ന്. അഥവാ ഞങ്ങൾ ഇത് വിട്ട് താഴെ വരികയാണെങ്കിൽ ഈ റൂഫ് മൊത്തത്തിൽ വീഴുമെന്ന് പറഞ്ഞു. ഇതിൽ ഞാൻ പറയുന്നത്, ആ പല്ലി എങ്ങനെയാണോ ആ ഒരു ഭ്രമത്തിൽ കഴിയുന്നത്, അതുപോലെ തന്നെ മനുഷ്യരും ഒരു ഭ്രമാവസ്ഥയിലാണ്. ഈ കുടുംബം ഞാനാണ് താങ്ങി നിർത്തുന്നത്, ഈ സമൂഹത്തെയും പിടിച്ചു നിർത്തുന്നത് ഞാനാണ്. ഇനി അഥവാ ഞാൻ ഇല്ലെങ്കിൽ ഈ കുടുംബം മുഴുവനും തകരും, ഈ സമൂഹം മുഴുവനും തകരും എന്ന് ചിന്തിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു മാറ്റവും വരില്ല. ഈ തെരുവുകളിലെ വെളിച്ചം ഒരിക്കലും കുറയാൻ പോകുന്നില്ല. ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്താ പക്ഷെ പ്രശ്നം? താങ്കൾ ഒരു പ്രാവശ്യം കഴുത, മറ്റൊരു പ്രാവശ്യം പല്ലി, പിന്നെ നായ, ഇങ്ങനെ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? അതെ. നായ എന്തുകൊണ്ടാണെന്നാൽ, നായ കൾച്ചർ ഇപ്പോൾ വളരെ വ്യാപിക്കുകയാണ്. നായ കൾച്ചർ ഇപ്പോൾ വളരെ വേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നായ കൾച്ചർ പ്രധാനമായിട്ടും നഗരങ്ങളിൽ പോലും നായ കൾച്ചർ വളരെ വ്യാപിച്ചിട്ടുണ്ട്. അത് എത്രമാത്രമാണെന്ന് നോക്കിയാൽ ഇപ്പോഴൊക്കെ ഈ ടെലിവിഷനുകളിൽ പോലും നമ്മൾ കാണുന്നുണ്ട്, വലിയ വലിയ ഹീറോയിൻസൊക്കെ നായകളെ അവരുടെ മടിയിലിരുത്തിക്കൊണ്ട് അവയ്ക്ക് ഉമ്മ നൽകുന്നു.
പിന്നെ ഒരു വലിയ ഹീറോയിൻ, ഒരു നായകി ഉമ്മ നൽകിയാൽ ഈ നാട്ടിലെ യുവാക്കൾ അപ്പോൾ തന്നെ ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ അടുത്ത ജന്മത്തിൽ എന്നെ ആ നായായി ജനിപ്പിക്കണേ എന്ന്. അതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രശ്നത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, നായകളെപ്പറ്റി, നായ കൾച്ചറിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. സോ നാട്ടിലെ യുവാക്കളോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ നായയോട് എത്രമാത്രം സ്നേഹം കാണിക്കുന്നുവോ അതിൻ്റെ ഒരു 10% നിങ്ങളുടെ പ്രായമായ അച്ഛനോടും അമ്മയോടും കാണിക്കൂ. അവരുടെ ജീവിതവും മെച്ചപ്പെടും, പിന്നെ നിങ്ങൾക്കും നായ ആവാതെ രക്ഷപ്പെടാം. താങ്കളോട് പല ചോദ്യങ്ങളും ചോദിക്കാനുണ്ട്. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കെ അദാലത്തിൽ മുനി തരുൺ സാഗറിനോടുള്ള ചോദ്യശരങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. വെൽക്കം ബാക്ക്. ആപ്കെ അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മുനിയോടാണ്. ബുദ്ധിമുട്ടുള്ളൊരു ജീവിതം തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. വസ്ത്രം ധരിക്കാറില്ല, അദ്ദേഹം നടന്നാണ് പോകുന്നത്. പല ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് അദ്ദേഹം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. കാഠിന്യമുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ആപ്കെ അദാലത്തിൽ മുനി തരുൺ സാഗറിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം. ആപ്കെ അദാലത്തിൽ ജെയിൻ മുനി തരുൺ സാഗറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം മതത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയം ചെയ്യുന്നു എന്നുള്ളതാണ്. നോക്കൂ, താങ്കൾ ഒരു സന്യാസിയാണ്, മുനിയാണ്, ലോകകാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ താങ്കൾ പല നേതാക്കന്മാരെ കള്ളന്മാരെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്, കൊള്ളക്കാരെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. കള്ളന്മാർ, കൊള്ളക്കാർ ഇങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പരസ്യമായിട്ട് സംസാരിക്കാറില്ല. പക്ഷേ എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, ആരൊക്കെയാണോ ചെറിയ ചെറിയ കളവുകൾ നടത്തുന്നത് അവരൊക്കെ ജയിലിൽ ഇപ്പോൾ തടവുകാരാണ്. പിന്നെ ആരൊക്കെ വലിയ വലിയ കളവുകൾ നടത്തുന്നുണ്ടോ അവരൊക്കെ ഇപ്പോൾ ലോക്സഭയിലും നിയമസഭയിലും ഒക്കെ ഉണ്ട്. പിന്നെ എനിക്കും രാഷ്ട്രീയത്തിനും ഒരിക്കലും യാതൊരു ബന്ധവുമില്ല. താങ്കൾക്ക് ഒരു ബന്ധമില്ലെന്നോ? ദാ ഈ ഫോട്ടോകൾ നോക്കൂ. പറയൂ. ചീഫ് മിനിസ്റ്റർ. ഇനിയും ധാരാളം ഫോട്ടോകളുണ്ട്. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയോടൊപ്പമാണ് താങ്കൾ നിൽക്കുന്നത്. പിന്നെ രമൺ സിംഗിനോടൊപ്പം, ഇത് ഹരിയാന മുഖ്യമന്ത്രിയോടൊപ്പം, അങ്ങനെ പല മുഖ്യമന്ത്രിമാരോടൊപ്പം നിൽക്കുന്നുണ്ട്. ഒരു ഫോട്ടോ മോദിജിയോടൊപ്പം ഉണ്ട്. ആരൊക്കെയാണോ എന്നെ വിളിക്കുന്നത് അവരുടെ അടുത്ത് ഞാൻ പോകുന്നുള്ളൂ. ആരും വിളിക്കാതെ ഞാൻ എവിടെയും പോവാറില്ല. മധ്യപ്രദേശ് മുഖ്യമന്ത്രി CM ഹൗസിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ അവിടെ പോയി. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി CM ഹൗസിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ അവിടെയും പോയി. പിന്നെ ഈ അടുത്തായിട്ട് ഹരിയാന മുഖ്യമന്ത്രി എന്നെ CM ഹൗസിലേക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ അവിടെയും പോയി. സോ ആരൊക്കെ ക്ഷണിച്ചാലും ഞാൻ അവിടെയൊക്കെ പോവും. പിന്നെ പക്ഷേ നേതാക്കന്മാരെ താങ്കൾ കൊള്ളക്കാരെന്ന് വിളിക്കും. പക്ഷേ നിയമസഭയിൽ പോയി മോഷ്ടാക്കളോടും കൊള്ളക്കാരോടും ഒപ്പം താങ്കൾ സംസാരിക്കും. ഇന്ത്യൻ പൗരന്മാരിൽ 3-1 അഴിമതി നടത്തുന്നു. അതായത് 30% ജനങ്ങളും ഉറപ്പായിട്ടും അഴിമതി നടത്തുന്നു. ഒരു 50 മുതൽ 60% ആളുകൾ അഴിമതി ആരോപണത്തിൽപ്പെട്ടിട്ടുണ്ട്. ബാക്കി ഒരു 10% ആളുകളുണ്ട്. അവരെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് സത്യസന്ധരെന്ന് വിളിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ എല്ലാവരും കള്ളന്മാരല്ല, എല്ലാവരും മോശം മനുഷ്യന്മാരും അല്ല. സോ ഞാൻ കള്ളന്മാരുടെ അടുത്ത് പോയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കാണ് പോയത്, കള്ളന്മാരുടെ അടുത്തേക്കല്ല. അല്ല, താങ്കൾ പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ പല കള്ളന്മാരും ഉണ്ടെന്ന്. എന്നിട്ട് താങ്കൾ മധ്യപ്രദേശിലേക്ക് പോയി അവിടുത്തെ നിയമസഭയിൽ ചെന്ന് നിയമസാമാജികരെ അഡ്രസ് ചെയ്തിരിക്കുകയാണ്. ഹരിയാന നിയമസഭയിലും പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ അഡ്രസ്സ് ചെയ്തല്ലേ മതിയാവൂ. കാരണം രാജ്യം പ്രഥമമായിട്ട് പരിഗണിക്കുന്നത് അവരെയാണല്ലോ. ക്ഷേത്രം ആവശ്യം വരുന്നത് പാപികൾക്കാണ്, പുണ്യം ചെയ്യുന്നവർക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. ആരാണോ കൂടുതൽ പാപം ചെയ്യുന്നത് അവരാണ് ദൈവത്തിന്റെ അടുത്ത് വന്ന് അധികം പൂജകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കത് തീർച്ചയായിട്ടും ആവശ്യമാണ്. മുത്തലാഖിനെ കുറിച്ച് താങ്കൾ സംസാരിച്ചപ്പോൾ താങ്കൾക്ക് ഇതിൽ എന്താണ് താല്പര്യമെന്ന് മുസ്ലിങ്ങൾ ചോദിച്ചു. അല്ലല്ല, ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്നാൽ, ഇത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഒരു വലിയ അനീതിയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ വാട്സപ്പ് വഴിയൊക്കെ തലാക്ക് ചൊല്ലി വിവാഹമോചനം നടക്കുന്നുണ്ട്. ഇതിൽ എവിടെയാണ് ശരിയുള്ളത്? നിങ്ങൾ പറയൂ. ഇത് അവരുടെ സംസ്കാരമോ? ഇത് എത്തരത്തിലുള്ള സംസ്കാരമാണ്? ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്നതാണോ? താങ്കളുടെ സംസ്കാരം അല്ലല്ല, ഇത് അങ്ങനെയൊന്നും കാണേണ്ടതല്ല. ഞങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ സംസ്കാരം. നിങ്ങൾ ഈ സത്യപ്രതാപ്, സലോഖ്യ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അതെ, തീർച്ചയായും. അല്ലല്ല, അങ്ങനെയല്ല. എങ്ങനെയാണോ സത്യപ്രതാപ് നടക്കുന്നത് അങ്ങനെയല്ലേ ഈ രണ്ടിന്റെ ഇടയിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഈ സത്യപ്രതാപ് പിന്നെ സന്താരയ്ക്കിടയിൽ ഒരു വ്യത്യാസമുണ്ട്. സത്യപ്രതാപിന്റെ ഉള്ളിൽ ഒരു നല്ല ചിന്തയുണ്ട്. അടുത്ത ജന്മത്തിലും ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടാവും, ഇദ്ദേഹം എവിടെ പോയാലും ഇദ്ദേഹത്തിന് എന്ത് അവസ്ഥ വന്നാലും അതൊക്കെ എനിക്കും സംഭവിക്കണമെന്ന്. ശരിക്കും സ്നേഹം കാരണമാണ് ഇത്തരത്തിലൊരു ചിന്ത ഉണ്ടാവുന്നത്. പിന്നെ സന്താരയിൽ
ഈ ഒരു വിചാരം ഇല്ല. പിന്നെ സത്യപ്രതാപിന് സ്നേഹമുണ്ട്, ലോകമുണ്ട്. സന്താരയ്ക്കുള്ളിൽ ഈ ഒരു ചിന്തയില്ല, വിരക്തിയാണുള്ളത്. ജനന മരണ ബന്ധനങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് അതിലുള്ളത്. പക്ഷേ ഇത് കോടതി പോലും അംഗീകരിക്കില്ല. അതായത് നമ്മുടെ ജീവൻ നമ്മൾ തന്നെ എടുക്കുന്നത്. ഇല്ല ഇല്ല, ഈ സന്താരയുടെ കാര്യമുണ്ടല്ലോ, അത് 1-2 മണിക്കൂർ നേരത്തെ ചെറിയ കാര്യമല്ല, അത് 12 വർഷങ്ങളുടെ ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഞാനൊരു യുവാവാണെങ്കിൽ, ഞാൻ സന്താര കയ്യിലെടുക്കുകയാണെങ്കിൽ അതൊരിക്കലും മതം അനുവദിക്കുന്നില്ല. മനുഷ്യൻ ഒരു വയസ്സിലെത്തിയ ശേഷം ഒരുപക്ഷെ അവൻ അങ്ങനെ തോന്നുകയാണെങ്കിൽ, അതായത് എനിക്ക് കണ്ണ് കാണുന്നില്ല, എനിക്ക് കാത് കേൾക്കുന്നില്ല, കൈകാലുകൾ പ്രവർത്തിക്കുന്നില്ല, ചുമര് കാണുന്നില്ല, റൊട്ടി കഴിക്കാൻ പറ്റുന്നില്ല, കഴിച്ചത് ദഹിക്കുന്നില്ല, ആളുകൾ ഞാൻ കാരണം ബുദ്ധിമുട്ടുന്നു, എനിക്ക് മരിക്കാനാണ് താല്പര്യം, ജീവിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, അപ്പോഴും സ്വന്തം ബന്ധങ്ങളെ പറ്റിയാണ് വിചാരം. തന്നെപ്പറ്റി ഒരിക്കലും ആശങ്കപ്പെടുന്നില്ല, ലോകത്തെപ്പറ്റിയാണ് ആശങ്കപ്പെടുന്നത്. ദൈവത്തിനെ എതിർക്കുന്നത്, കുടുംബത്തിനെപ്പറ്റി ചിന്തിക്കുന്നത്, ഇതൊക്കെ തന്നെ അത്യാഗ്രഹം കൂടാൻ കാരണമാവുന്നു. പിന്നെ ബുദ്ധി മങ്ങുന്നു, കടം വാങ്ങുന്നത് വർദ്ധിക്കുന്നു, വായിൽ നിന്ന് തുപ്പലൊഴുകുന്നു, എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, അപ്പോഴും ശബ്ദമുയർത്തുന്നു. എഴുന്നേറ്റിരിക്കാൻ പോലും അവസ്ഥയിലും ശബ്ദമുയർത്താൻ ശ്രമിക്കുന്നു. ഭാര്യ വഴക്ക് പറയും, മരുമകളും വഴക്ക് പറയും, മകൾ വന്നടിക്കും, പേരക്കുട്ടികൾ ശല്യം ചെയ്യും, പകൽ ഉറക്കം വരും, രാത്രി ഉറക്കം വരില്ല, പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോവും, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ശരീരം ശരിക്ക് പ്രവർത്തിക്കുന്നില്ല, നിവരാൻ സാധിക്കുന്നില്ല. യമരാജാവിന്റെ ഉത്തരവ് പ്രകാരം യമന്റെ ദൂതൻ വന്ന് തല പിടിച്ചു. ഇങ്ങനെ താനെ ഒരു വല ഉണ്ടാക്കുന്നു, ചിലന്തികളെ പോലെ. ആട്ടം, പാട്ട്, ആഘോഷങ്ങൾ എല്ലാം തന്നെ മറക്കുന്നു. പക്ഷേ ഒരേ ഒരു കാര്യം മാത്രം ഓർമ്മയിലുണ്ട്, അവരുടെ അന്ത്യയാത്ര. ഇങ്ങനെ മരിക്കുന്നതിനേക്കാളും ദൈവത്തിന്റെ പേരുച്ചരിച്ച് മരിക്കുന്നതാണ് നല്ലത്. ധ്യാനം ചെയ്തുകൊണ്ട് മരിക്കുന്നതാണ് നല്ലത്. സംതൃപ്തിയോടെ മരിക്കണം, വിരക്തിയോടെ ഒരിക്കലും മരിക്കാൻ പാടില്ല. പിന്നെ സന്താരം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, മഹാവീരർ പറഞ്ഞത്, അഥവാ നിങ്ങൾക്ക് ജീവിതം എങ്ങനെ ആഘോഷകരമാക്കി മാറ്റാം, ജീവിതം എങ്ങനെ സന്തോഷകരമാക്കി മാറ്റണം എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഗീതയുടെ അടുത്തേക്ക് പോകണം. പിന്നെ മരണം എങ്ങനെ ആഘോഷിക്കണമെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മഹാവീരന്റെ അടുത്തേക്ക് പോകണം. മഹാവീരന്റെ വചനങ്ങളിൽ മരണവും ദുഃഖവും ഒന്നും തന്നെ ഇല്ല, അതൊരു ആഘോഷമാണ്. അതുകൊണ്ട് സന്താരയിൽ സർലിക് മരണം, സമാധി മരണം, പണ്ഡിറ്റ് മരണം, ഇതെല്ലാം തന്നെ യാഥാർത്ഥ്യങ്ങളാണ്. കാരണം ഇത് മരണത്തെ ഒരു ഉത്സവമാക്കി മാറ്റുന്ന കലയാണ്. മുനിജി, താങ്കളോട് ഞങ്ങൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു, പക്ഷെ താങ്കൾ അതിനെല്ലാം നന്നായിട്ട് ഉത്തരം തരികയും ചെയ്തു. എല്ലാ ചോദ്യങ്ങൾക്കും ചിരിച്ചുകൊണ്ടാണ് ഉത്തരം നൽകിയത്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജി അദ്ദേഹത്തിന്റെ ജഡ്ജിമെന്റിൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് മുനി തരുൺ സാഗറിനോടാണ്. അദ്ദേഹത്തോട് നമ്മൾ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ കയ്പ് നിറഞ്ഞ വാക്കുകളെ കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ ദിനചര്യയെക്കുറിച്ച് ചോദിച്ചു, ജീവിത ശൈലിയെക്കുറിച്ചും അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജിയായ പ്രസിദ്ധ വിദ്യാഭ്യാസ വിദഗ്ധൻ ജെ.എസ്. രാജ്പുത്തിന്റെ ജഡ്ജ്മെന്റ് നോക്കാം. ഈ കോടതി എല്ലാ ചോദ്യങ്ങളും ചോദിച്ചു, എല്ലാ ഉത്തരങ്ങളും കേൾക്കുകയും ചെയ്തു. അതിനുശേഷം മുനിശ്രീ അദ്ദേഹം സമൂഹത്തിൽ വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരിടയിൽ അവബോധമുണ്ടാക്കുന്നു, മനുഷ്യരെ പരസ്പരം ഒന്നിപ്പിക്കുന്നു. ഈ കോടതി ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഇതേ കാര്യങ്ങൾ തുടർച്ചയായി ചെയ്യണമെന്നാണ്. എന്നും ജനങ്ങളുടെ കൂടെ നിൽക്കണം. അദ്ദേഹത്തിൻ്റെ ഈ ഗുണങ്ങൾ ഈ സമൂഹം ഉൾക്കൊള്ളണം. ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. താങ്കൾ ഈ കോടതിയുടെ എല്ലാ ചോദ്യത്തിനും വളരെ സത്യസന്ധമായ ഉത്തരം പറഞ്ഞു, അതും വളരെ നല്ല രീതിയിലാണ് പറഞ്ഞത്. ഇതെല്ലാം കേട്ടവരും വളരെ അത്ഭുതപ്പെട്ടു. അതുകൊണ്ട് ഈ കോടതി താങ്കളെ വളരെ ബഹുമാനപൂർവ്വം കുറ്റവിമുക്തനാക്കുന്നു. താങ്കളോട് ഈ കോടതി അഭ്യർത്ഥിക്കുന്നത് ഒരു കാര്യമാണ്. താങ്കൾ ഈ സമൂഹത്തിനോടൊപ്പം എന്നും ഉണ്ടാവണം. താങ്കളെ ഈ നാടിന് വളരെ ആവശ്യമാണ്. താങ്കളുടെ സേവനം എന്നും വേണം. ജെയിൻ മുനി തരുൺ സാഗർ അദ്ദേഹം ഇതുപോലെ സമൂഹത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരും എന്ന വിശ്വാസത്തോടുകൂടി ജനങ്ങൾക്ക് തപം, ത്യാഗം ഇതേക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഈ വിചാരണ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയോടൊപ്പം നിങ്ങളെ വീണ്ടും വന്ന് കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.